ഉത്തർപ്രദേശിലെ വാരാണസിയിൽ ഇറച്ചിക്കടകൾ അടപ്പിക്കാനെത്തിയ സംഘ് പരിവാർ സംഘത്തെ തുരുത്തിയോടിച്ച് നാട്ടുകാർ. ദരീബ മേഖലയിൽ മുസ്ലിം ഉടമസ്ഥയിലുള്ള ആട്ടിറച്ചി വിൽപ്പന കേന്ദ്രങ്ങൾ അടപ്പിക്കാൻ ശ്രമിച്ച വലതുപക്ഷ പ്രവർത്തകരാണ് പ്രാദേശിക നിവാസികൾ ചേർന്ന് ആട്ടിയോടിച്ചത്. ഉദ്യോഗസ്ഥരാണെന്ന് അവകാശപ്പെട്ട് കടകളിൽ പരിശോധിക്കാനെത്തിയ സംഘത്തെയാണ് നാട്ടുകാർ തിരിച്ചറിഞ്ഞ് പ്രതിരോധിച്ചത്. കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപമുള്ള ഛത്ഗഞ്ച് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തിരക്കേറിയ ബഗ്രാം മണ്ഡിയിലാണ് നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത്. ഒരു സംഘം യുവാക്കൾ കടകളിലെത്തി ലൈസൻസും തിരിച്ചറിയൽ രേഖകളും ആവശ്യപ്പെടുകയും കടകൾ അടക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. എന്നാൽ ഇവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ വ്യാപാരികളും നാട്ടുകാരും സംഘടിച്ചെത്തി ഇവരുടെ തിരിച്ചറിയൽ രേഖകൾ ആവശ്യപ്പെട്ടു. ID കാണിക്കൂ എന്ന മുദ്രാവാക്യങ്ങളുമായി ജനക്കൂട്ടം വളഞ്ഞതോടെ സംഘം പരിഭ്രാന്തരായി. നാട്ടുകാർ പിന്തുടർന്നതോടെ ഇവർ ഇടവഴിയിലൂടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് പ്രവർത്തകരാണ് വാരാണസിയിൽ പ്രതിഷേധവുമായി എത്തിയതെന്ന് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നു. ക്ഷേത്രത്തിന് 2 കിലോമീറ്റർ ചുറ്റളവിൽ ഇറച്ചി വിൽപ്പന നിരോധിച്ചുകൊണ്ടുള്ള കോർപ്പറേഷൻ നിയമം ചൂണ്ടിക്കാട്ടിയാണ് ഇവർ കടകൾ അടപ്പിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഈ ആട്ടുചന്ത നിയമപരമായി പ്രവർത്തിക്കുന്നതാണെന്ന് പോലീസ് വ്യക്തമാക്കി. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കി. ഗോവധം നടക്കുന്നുണ്ടെന്ന ഹിന്ദുത്വ ഗ്രൂപ്പുകളുടെ ആരോപണം പോലീസ് തള്ളി. ബഗ്രാം മണ്ഡിയിൽ പശുവിനെയോ മറ്റു മൃഗങ്ങളെയോ കൊന്നതിന് യാതൊരു തെളിവുകളും ലഭിച്ചിട്ടില്ല. വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് ക്രമസമാധാനം തകർക്കാൻ ശ്രമിച്ചവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. വ്യക്തികൾ നിയമം കയ്യിലെടുക്കുന്നത് അംഗീകരിക്കാൻ ആവില്ലെന്നും സർക്കാർ സംവിധാനങ്ങൾക്ക് മാത്രമേ പരിശോധനകൾ നടത്താൻ അധികാരമുള്ളൂവെന്നും അധികൃതർ അറിയിച്ചു. മുഹമ്മദ് ദീപക് ഇഫക്റ്റ് എന്ന് വിശേഷിപ്പിച്ച് സംഭവം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ആഘോഷിക്കപ്പെടുന്നുണ്ട്. ജനുവരി 26-ന് ഉത്തരാഖണ്ഡിലെ ഗോഡ്വാറിൽ മുസ്ലിം വ്യാപാരിയെ ഉപദ്രവിച്ച ബജ്രംഗ് ദൾ പ്രവർത്തകർക്കെതിരെ ഹിന്ദു യുവാവായ ദീപക് കുമാർ രംഗത്തെത്തിയിരുന്നു.